കൈക്കൂലി കേസിൽ പിടിയിലായ എറണാകുളം RTO ജെർസന് ഫയലുകൾ ഒപ്പിടാനായി കുപ്പിയും 5000 രൂപയും നൽകണമെന്ന വിജിലൻസ് SP ന്യൂസ് മലയാളത്തോട്. RTO ജെൻസന്റെ വീട്ടിൽ നിന്നും 50 കുപ്പി വിദേശ നിർമ്മിത മദ്യവും കൂടാതെ 60,000 രൂപയും നിരവധി ആധാരങ്ങളും 50 ലക്ഷത്തോളം വരുന്ന ഡെപ്പോസിറ്റ് തുകയും പിടിച്ചെടുത്തു. ഇക്കാര്യം SP ആണ് വ്യക്തമാക്കിയത്. സഹീൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളത്ത് RTO ജെർസനെ പിടികൂടിയത് വലിയ കൈക്കൂലിക്കാരനായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു ഒപ്പിന് ഒരു കുപ്പിയും ഒപ്പം തന്നെ 5000 രൂപയുമായിരുന്നു RTOയുടെ ആവശ്യപ്പെട്ടിരുന്നത് പല ആളുകളോടും. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് വിജിലൻസ് SP തന്നെയാണ്. ചെല്ലാനം റൂട്ടിലെ പ്രൈവറ്റ് ബസ്സിൻ്റെ ടെമ്പററി പെർമിറ്റ് ലഭിക്കുന്നതിനായിട്ട് അവർ കഴിഞ്ഞ 3-ാം തീയതി ഒരു പൈസ അടച്ചിരുന്നു. പക്ഷേ അവരിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോവാണ്, അത് കൈക്കൂലി വഹിക്കുകയാണെന്നുള്ള ഒരു പരാതിക്കാരൻ ഇവിടെ നമ്മുടെ അടുത്ത് എത്തി. അപ്പോൾ എൻ്റെ എറണാകുളം വിജിലൻസ് DYSP കേസ് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി സർവൈലൻസ് നടത്തി. അപ്പോൾ ഇന്ന് പൈസ 5000 രൂപ കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൈസയും പിന്നെ കുപ്പിയും ആയിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ അവിടെ എത്തി വാച്ച് ചെയ്തു. കൈയോടെ 2 ഏജൻസിനെയും പിടിച്ചു, കൺസൾട്ടൻസിനെ പിടിച്ചു. ഒരു രാമുപ്പടിയാർ പറഞ്ഞുള്ളൊരു കൺസൾട്ടൻറ്റിനെ, സജി അവരുടെ കൺസൾട്ടൻറ്റ്. ഇവരെ പിന്നെ നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ കൃത്യമാണെന്ന് മനസ്സിലാക്കി അവരുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ RTO കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അതിൽ ചോദ്യം ചെയ്ത് വരികയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലും നമ്മൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 50-ൽ കൂടുതൽ വിദേശമദ്യ ശേഖരം കുപ്പികൾ, വിദേശമദ്യ ശേഖരം, അത് വളരെ നല്ല വിലപിടിപ്പുള്ള വിദേശമദ്യ കുപ്പികൾ കണ്ടെടുത്തിട്ടുണ്ട്. അത് അനുവദനമായ അളവിൽ എത്രയോ കൂടുതലാണത്, ഒരാൾക്ക് പ്രോസസ് ചെയ്യാവുന്നതിന് കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഈ പൈസ ചുരുട്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കവറിലിട്ടുള്ള ഒരു 3 കവറുകൾ കിട്ടിയിട്ടുണ്ട്. 60,000-ൽ കൂടുതൽ രൂപയുണ്ട്. പിന്നെ 50 ലക്ഷത്തിൽ കൂടുതൽ ഡെപ്പോസിറ്റ്സ് ബാങ്കുകളിൽ അതിൻ്റെ രേഖകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ലാൻഡഡ് പ്രോപ്പർട്ടീസിൻ്റെ ഡോക്യുമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു പറയുന്ന പോലെ തന്നെ ശക്തമായ ഒരു പരിശോധനയായിരുന്നു ഇന്ന് ആകമാനം നടന്നിരുന്നത്.